കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ആരംഭിച്ചു. രജിസ്ട്രാർ അനിൽകുമാറിനെതിരായ സസ്പെൻഷൻ ചർച്ചയാകും. സെനറ്റ് യോഗത്തിലെ ചോദ്യങ്ങളുടെ ക്രോഡീകരണമാണ് ആദ്യ അജണ്ട. 22 അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, യോഗത്തിന്റെ വിവരങ്ങൾ. സിൻഡിക്കേറ്റ് യോഗം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. 22 അംഗങ്ങളാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ നിലവിൽ പങ്കെടുക്കുന്നത്. 2 മാസത്തിന് ശേഷമാണ് സിൻഡിക്കേറ്റ് യോഗം ഇപ്പോൾ VC വിളിച്ചു ചേർത്തത്. എന്തായാലും രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രധാന നടപടി എന്ന് പറയുന്നത്. മറ്റ് അജണ്ടകളുമുണ്ട്. ഒപ്പം തന്നെ AKG ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ CPM അല്ലാത്ത BJP കോൺഗ്രസ് അംഗങ്ങൾ ഒരുപക്ഷെ ചർച്ച ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അത് തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഈ ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി ഇന്ന് അജണ്ടയായി സ്വീകരിക്കും. കാരണം VC അത് മാറ്റിവെക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇനി വിളിച്ചു ചേർക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ വിഷയം അജണ്ടയായി ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അജണ്ടയായി KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഇതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ പിൻവലിക്കണം എന്നുള്ള അഭിപ്രായം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കും. VC ഏതെങ്കിലും തരത്തിൽ അത് എതിർത്താൽ പക്ഷേ ഭൂരിപക്ഷ തീരുമാനപ്രകാരം രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. ധന്യ. ശരി വിജിൻ.